നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു സീക്രട്ട് ഡീലാണിത്. റഷ്യയും ഇറാനും തമ്മിലൊരു സീക്രട്ട് ഡീലിൻ്റെ വിവരങ്ങൾ ചില ഹാക്കർമാർ പുറത്തുവിടുന്നുണ്ട്. നമുക്കറിയാം, ഇറാനുമേൽ വലിയ ഉപരോധമാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് ആയുധങ്ങളോ മറ്റോ കൊടുക്കുന്ന രാജ്യങ്ങളുടെ മേലും ഉപരോധം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡീലുകളൊക്കെ, ഇറാനുമായിട്ടുള്ള ഡീലുകളൊക്കെ വലിയ സീക്രട്ടായിട്ടാണ് നടക്കാറുള്ളത്, രഹസ്യമായിട്ടാണ് നടക്കാറുള്ളത്. അങ്ങനെ റഷ്യയും ഇറാനും തമ്മിൽ നടന്ന ഒരു സീക്രട്ട് ഡീലിൻ്റെ രഹസ്യങ്ങൾ ഇപ്പോൾ പുറത്താവുകയാണ്. ഈ ബ്ലാക്ക് മിറർ എന്ന് പറയുന്ന ഒരു കൂട്ടം ഹാക്കർമാരാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അതനുസരിച്ച് റഷ്യ ഇറാന് വലിയ തോതിൽ ഫൈറ്റർ ജെറ്റുകൾ നൽകുന്നു എന്ന വിവരമാണ് പുറത്തു കൊണ്ടുവരുന്നത്. അതായത് റഷ്യ ഇറാനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നു, ഇറാനും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ദൃഢമാണ് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ബ്ലാക്ക് മിറർ എന്ന് പറയുന്ന ഹാക്കർമാരുടെ കൂട്ടം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വാർത്തയ്ക്ക് ആധാരമായ ലിങ്ക് എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിരിക്കാം. എന്തായാലും ഇതുപ്രകാരം Su-30 വിമാനങ്ങൾ 30 എണ്ണം റഷ്യ ഇറാന് നൽകും. Su-35 50 എണ്ണം, MiG-29 67 വിമാനങ്ങൾ, അങ്ങനെ 147 ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ വ്യോമസേനയുടെ ഭാഗമായി തീരും. അത് ഇറാനെ ലോകത്തെ ഏറ്റവും ശക്തമായ വ്യോമ സേനകളിലൊന്നായി മാറ്റും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ്. ഒരുപക്ഷെ എയർഫോഴ്സിൽ 5ാം സ്ഥാനം ഒക്കെ കിട്ടുന്ന ഒരു രീതിയിലേക്ക് ഇറാൻ്റെ സ്ഥാനം മാറിയേക്കാം എന്ന രീതിയിൽ വാർത്തകൾ സംപ്രേഷണം ചെയ്യപ്പെടുകയാണ്. എന്തായാലും ഇറാൻ റഷ്യ സീക്രട്ട് ഡീലിൻ്റെ വിവരങ്ങൾ ഹാക്കർമാർ പുറത്തു കൊണ്ടുവരുമ്പോൾ, ബ്ലാക്ക് മിററിലൂടെ ഹാക്കർമാർ പുറത്തു കൊണ്ടുവരുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നൊരു വാർത്തയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ ഈ വ്യോമ രംഗത്തായിരുന്നു ഇസ്രായേലിന് ഇറാനുമേൽ ആധിപത്യമുണ്ടായിരുന്നത്. പക്ഷേ അവിടും ഇപ്പോൾ തകരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇറാനും റഷ്യയും തമ്മിൽ ഒരു സീക്രട്ട് ഡീൽ നടക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബ്ലാക്ക് മിറർ എന്ന് പറയുന്ന ഹാക്കർമാരുടെ സംഘം പുറത്തു വരികയാണ്. എന്തായാലും ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിരിക്കാം. മറ്റൊന്ന്, ഈ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്, പശ്ചിമേഷ്യ രാജ്യങ്ങൾ ഇറാന് മേലുള്ള ഉപരോധം ശക്തമാക്കുവാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നുണ്ട്. IAEA-യുമായിട്ടുള്ള അന്താരാഷ്ട്ര ആണവ ഏജൻസിയുമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഇറാൻ നിർത്തലാക്കുന്നു എന്നാണ്. കാരണം ഉപരോധം ശക്തമാക്കുവാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ സഹകരിച്ചിട്ട് കാര്യമില്ല എന്ന തോന്നലുകൊണ്ടായിരിക്കാം. എന്തായാലും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഉപരോധം ശക്തമാക്കുവാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു. ഒപ്പം ഐക്യരാഷ്ട്രസഭയും ഇപ്പോൾ സൈനികവും സാമ്പത്തികവുമായ ഉപരോധം ഇറാനുമേൽ നടപ്പിലാക്കും എന്ന പ്രസ്താവനയുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇസ്രായേൽ എത്രത്തോളം കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ്, മനുഷ്യക്കുരുതികളാണ് ഗസയിൽ അനുവർത്തിക്കുന്നത്, അതിന് മേലൊന്നും നടപടിയില്ല. ഇറാനിൽ സൈനിക സാമ്പത്തിക നടപടികൾ ഐക്യരാഷ്ട്രസഭ നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ നമുക്ക് അനുമാനിക്കാവുന്നതാണ് അതിൻ്റെ മേലുള്ള ഈ പക്ഷപാതവും മറ്റും. എന്തായാലും മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന കരാറുമായി ബന്ധപ്പെട്ട്, അതായത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ട് വിശകലനങ്ങൾ വരുന്നത് ഈ പന്തിപ്പോൾ ഹമാസിൻ്റെ കോർട്ടിലാണ് എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഹമാസ് ഈ കരാറുകൾ അംഗീകരിക്കുന്നത് ഏറ്റവും പ്രധാനമായ ചില സന്ധികളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ബന്ദികളുടെ മോചനം അത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങിയിട്ട് മാത്രമേ ഉണ്ടാകൂ എന്ന് ഹമാസ് ഇപ്പോൾ കടുംപിടുത്തത്തിലാണ് എന്ന വാർത്ത പുറത്തു വരികയാണ്. മാത്രമല്ല, നിരായുധീകരണത്തെക്കുറിച്ച് അർദ്ധഗർഭമായ മൗനം ഹമാസ് പുലർത്തുന്നുണ്ട്. അതായത് ബന്ദികളുടെ മോചനം ഉണ്ടാകണമെങ്കിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗസയിൽ നിന്ന് പിൻവാങ്ങണം. മാത്രമല്ല, നിരായുധീകരണം, ഹമാസിൻ്റെ നിരായുധീകരണത്തെക്കുറിച്ച് ഹമാസ് ഒന്നും മിണ്ടുന്നില്ല. മാത്രമല്ല, ഹമാസിനെ പൂർണ്ണമായും ഗസയിൽ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ഒരു ഉദ്ദേശം നടക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം ഒക്ടോബർ അടുത്ത വാരത്തോടു കൂടി നോബൽ സമ്മാനം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നോബൽ സമ്മാനം ലക്ഷ്യമാക്കിയിട്ട് ആണ്. അങ്ങനെ ഒരു നിഗമനം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഇനിയും ഈ ചർച്ചകൾ നീണ്ടുപോയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ നോബൽ സമ്മാനം ലഭിക്കുന്നതിന് സാധിക്കില്ല. കാരണം ഒക്ടോബർ 8 കൂടിയൊക്കെ നോബൽ സമ്മാനത്തിൻ്റെ റിസൾട്ട് ആരാണ് അതിൻ്റെ വിന്നർ എന്ന രീതിയിൽ പ്രഖ്യാപനമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ ചർച്ചയും കരാർ ഒപ്പിടലുമൊക്കെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഹമാസിൻ്റെ ഈ നിർദ്ദേശങ്ങളൊക്കെയും ഈ പാലിക്കപ്പെടുവാനുള്ള സാധ്യതകളും ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന വാർത്തയും പുറത്തു വരികയാണ്. മറ്റൊന്ന്, ഖലീലുൽ ഹയ്യ ആരെയാണോ കൊല്ലുവാൻ ഇസ്രായേൽ ശ്രമിച്ചത്,
ആ ഖലീലുൽ ഹയ്യുമായിട്ടാണ് ഇപ്പോൾ കെയ്റോയിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ചർച്ച ചെയ്യുന്നത്. സമാധാനം എങ്ങനെ പുലരും ഗസയിലും ഇസ്രായേലിലും എന്നതുമായി ബന്ധപ്പെട്ട വലിയ വാർത്ത ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഖലീലുൽ ഹയ്യ ഇപ്പോൾ കെയ്റോയിൽ എത്തിയിട്ടുണ്ട്. കെയ്റോയിൽ ഇസ്രായേൽ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന വലിയ വാർത്ത ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണ്. എന്തായാലും തൽക്കാലം പശ്ചിമേഷ്യയിലെ വാർത്തകളുമായി വിടവാങ്ങേണ്ട. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.